ശബരിമലയിലെ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ കുഴയുകയാണ് SIT. തുടക്കം മുതൽ നമ്മൾ സംസാരിച്ചിരുന്നു ഈ SIT ഏതായാലും നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കോടതി നിരീക്ഷണമുള്ളതോട് പക്ഷേ അപ്പോഴും ഇതൊക്കെ തമ്മിലൊരു സഹകരണം ഈ പിടിക്കപ്പെട്ടവർക്കില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ തെളിയിക്കാൻ കഴിയുക? അല്ലേ? കൊണ്ടുപോയ സ്വർണം എന്നോ കൊണ്ടുപോയി. ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ കൈമാറിയ 470 ഗ്രാം സ്വർണം ഉണ്ടല്ലോ, ഇത് പാളികൾ ഉരുക്കിയെടുത്തതാണ് എന്ന വിശദീകരണം തെറ്റാണെന്ന് SIT സംശയിക്കുന്നു. ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണെന്നും കരുതുന്നു. ഇതോടെ നിർണായക ചോദ്യം ചെയ്യലിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അനന്തകൃഷ്ണൻ വിശദ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഈ SITയെ കുഴക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഇതിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വർണം 470 ഗ്രാം ഗോവർദ്ധൻ അങ്ങോട്ട് കൊണ്ടുപോയി SITക്ക് നൽകുകയായിരുന്നല്ലോ. ഇത് തന്നെ അന്വേഷണം തെറ്റിക്കാനാണ് എന്ന കരുതലിലാണോ SIT ഉള്ളത്? ഇനി എന്താണ് ചെയ്യുക? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം കോടതി നിശ്ചയിച്ച രണ്ടാമത്തെ സമയപരിധിയുടെ കാലാവധിയും അവസാനിക്കാൻ ഇനി 2-3 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും നമുക്കെല്ലാം ഒരു സംശയം വരും, അന്വേഷണം എവിടെ വരെ എത്തി. അതിനൊപ്പം തന്നെ ഈ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക പാളികളിലെ കവചങ്ങൾ അടക്കം യഥാർത്ഥ തങ്കം പൊതിഞ്ഞ പാളികൾക്ക് എന്ത് സംഭവിച്ചു? അത് നമ്മൾ കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്നത് അത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് കൈമാറി എന്നുള്ളതാണ്. അതേസമയം പങ്കജ് ഭണ്ഡാരി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത് അത് ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തി ഞങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും അറിയില്ല ആ യഥാർത്ഥ പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് യഥാർത്ഥം. കാരണം ഇത്രയും ദിവസം നടന്ന അന്വേഷണത്തിലും അത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് പോയതാണോ, ഈ സംഘം ഉരുക്കിയെടുത്തതാണോ എന്നതൊക്കെയുള്ളതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ SITക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഈ പ്രധാന പ്രതികൾ, അതായത് ദേവസ്വം ബോർഡിന് പുറത്ത് ഈ പ്രധാനപ്പെട്ട ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഇവരാരും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരം നൽകുന്നില്ല. അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ സ്മാർട്ട് സ്റ്റേഷൻസിൽ വെച്ച് ഈ പാളികൾ ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർപെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് തെളിവുകൾ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകളും അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ പ്രതികൾക്ക് SIT അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കള്ളങ്ങൾ കെട്ടിച്ചമച്ച് അതുമായി ബന്ധപ്പെട്ട് ആസൂത്രണങ്ങൾക്ക് അവർക്ക് അവസരം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും കൃത്യമായൊരു മൊഴി നൽകാത്ത സാഹചര്യത്തിൽ, അവർ പറയുന്ന കാര്യത്തിന് കൃത്യമായൊരു തെളിവ് കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെയും അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ചോദ്യം ചെയ്യും. അതിനൊപ്പം തന്നെ ഇവരിൽ നിന്ന് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരിക്കൽ കൂടി ഇവരോടൊപ്പം ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങും. അതിനൊപ്പം അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഗോവർദ്ധൻ ഈ സ്വർണ്ണക്കട്ടികൾ തിരിച്ച് നൽകി എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അതിപ്പോഴും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഇവർ പറയുന്നത് പോലെ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സ്വർണം ഉരുക്കിയെടുത്ത പാളികൾ 2019 ഉരുക്കിയെടുത്ത VSSCയിൽ നൽകിയിട്ടില്ലേ അനന്തരം? അപ്പൊ സാധാരണക്കാരന് വരുന്ന സ്വാഭാവികമായൊരു സംശയം, VSSC എന്തുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് എന്നറിയാം, അവിടെ എന്തുകൊണ്ട് ഈ സ്വർണം എത്തിച്ചു, എന്ത് തരം പരിശോധനയാണ് അവിടെ നടക്കുന്നത് എന്നാണ്. അതുകൂടി ഒന്ന് വിശദമാക്കും. തീർച്ചയായിട്ടും മോത്തി, അതിന് മുമ്പ് ഈ ഗോവർദ്ധൻ സ്വർണ്ണക്കട്ടികൾ അന്വേഷണ സംഘത്തിന് ഗോവർദ്ധനിൽ നിന്ന് കണ്ടെടുത്തത് ഒരു കാര്യം അതിനകത്ത് വ്യക്തമാകേണ്ടത്, അന്വേഷണ സംഘം അന്വേഷിച്ച് ഗോവർദ്ധന്റെ പക്കൽ ഇങ്ങനെ സ്വർണ്ണം ഉണ്ട് എന്ന് കണ്ടെത്തി അങ്ങോട്ട് പോയതല്ല. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ പിടിവിക്കപ്പെടുമെന്നുള്ളൊരു ഘട്ടത്തിൽ ഗോവർദ്ധൻ ഇങ്ങോട്ട് സ്വർണം കൊണ്ടുവന്ന് സമർപ്പിക്കുകയായിരുന്നു. ഇത് ഞങ്ങൾ അന്ന് ഉരുക്കിയെടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് തൊണ്ടി തിരിച്ചു കൊടുക്കുന്ന ഒരു സമീപനം. അപ്പോൾ അത് തന്നെ കള്ളത്തരമാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ അയാൾ വഴിതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അതെന്നാണ്. ഇനിയിപ്പോൾ VSCയിൽ എന്താണ് പരിശോധന എന്നുള്ള കാര്യം, അത് നമുക്കറിയാം. ഈ ഹൈക്കോടതി ശബരിമലയിലെ ഈ നിലവിലുള്ള അവിടുത്തെ സ്വർണ്ണപ്പാളികൾ, നിലവിൽ അവിടെ ഇരിക്കുന്ന മേൽക്കൂരയിലും ഒപ്പം തന്നെ ഈ ദ്വാരപാലക പാളികളിലും കഥകിലും ഒക്കെയുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വൃശ്ചികം 1-നാണ് SIT ശബരിമലയിലെത്തി ഈ സാമ്പിളുകളെല്ലാം, ഇപ്പോഴത്തെ ദ്വാരപാലക പാളികളുടെയും മേൽക്കൂരയുടെയും ഒക്കെ സാമ്പിളുകൾ ശേഖരിച്ചത്. ആ സാമ്പിളുകളാണ് VSCയിൽ പരിശോധനയ്ക്ക് നൽകിയിരിക്കുന്നത്. അവിടുത്തെ മെറ്റലർജി വിഭാഗമാണ് ആ പരിശോധന നടത്തുന്നത്. കാരണം ഇത് വർഷങ്ങൾ പഴക്കമുള്ള പാളികളിലൊക്കെ ഈ ലോഹം, അതിന്റെ പഴക്കം അതൊക്കെ അറിയണം
അറിയണമെങ്കിൽ അത് വിശദമായി അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരം മെറ്റലർജിക്കൽ പരിശോധനകൾ നടത്താനുള്ള സംവിധാനം BSCയിലാണ് ഉള്ളത്, ISROയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെയാണ് അത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഏതാണ്ട് 1 മാസം കഴിഞ്ഞു, ഇതുവരെയും അതിൻ്റെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. അത് കിട്ടിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. അവിടെ ഇരിക്കുന്ന ദ്വാരപാലക കവചങ്ങളിലെ പാളികൾ അത് 2019 മാറ്റിക്കൊണ്ടുവന്നതാണോ അതോ ഈ 98 സ്വർണം പൊതിഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് അതിൽ നിന്ന് ഉരുക്കിയെടുത്തതിന് ശേഷിക്കുന്ന ഭാഗമാണോ എന്നൊക്കെയുള്ളതിൽ കൃത്യത വരും. അപ്പോൾ ആ പരിശോധനാ ഫലം കിട്ടിയാൽ അപ്പോൾ അറിയാം ഈ പാളി മാറ്റിയതാണോ അല്ലയോ എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഈ അന്ന് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അതിലെ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അതിലെ ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ ഇതുവരെ 2 തവണ ശങ്കരദാസിനെയും വിജയകുമാറിനെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്തു എന്നാണ്. പക്ഷേ അവർ പറയുന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. അത് സംബന്ധിച്ച് കുറച്ച് തെളിവുകൾ തേടേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒരിക്കൽ കൂടി അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിലും കൃത്യത വന്നില്ലെങ്കിൽ മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ അന്വേഷണത്തിൽ ഈ SIT എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് കൃത്യമായ തെളിവില്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവർക്കെതിരെ പിന്നീട് തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ തലമുറകളോളം അത് ബാധിക്കുന്ന ഒരു ആരോപണമായി നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കൃത്യമായ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രമേ ഓരോ പ്രതികളെയും അറസ്റ്റ് ചെയ്യൂ എന്ന നിലപാടാണ് SIT തുടക്കം മുതൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർക്കെല്ലാം കൃത്യമായ പങ്കാളിത്തം ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മോത്തി.